മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 24/9/1980 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. ഉത്രട്ടാതിയാണ് നക്ഷത്രം. ഉത്രട്ടാതി 2-ാം പാദം. മേടലഗ്നം. 2-3 ഭാവങ്ങൾ ശൂന്യം. 4-ൽ ശുക്രൻ, രാഹു. 5-ൽ വ്യാഴം, ഗുളികൻ. 6-ൽ സൂര്യൻ, ശനി, ബുധൻ. 7-ൽ വിവാഹസ്ഥാനത്ത് കുജൻ. 8-9 ഭാവങ്ങൾ ശൂന്യം. 10-ൽ കേതു, 11 ശൂന്യം, 12-ൽ ചന്ദ്രൻ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ഡിവേഴ്സായ ഒരാളുടെ ഗ്രഹനില കൂടിയാണത്. എന്തുകൊണ്ടാണത്? പ്രധാനമായും ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം കുജൻ വിവാഹസ്ഥാനമായ 7-ൽ നിൽക്കുന്നു. അതുപോലെ തന്നെ 7-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം വിവാഹകാരകനായ ശുക്രൻ 4-ൽ പ്രത്യേകിച്ചും കർക്കടകത്തിൽ രാഹുവിനോടൊത്ത് നിൽക്കുന്നു. അവിടേക്ക് ഗുളികൻ്റെ 12-ാം ദൃഷ്ടി. ഡിവോഴ്സ് ആവാൻ അല്ലെങ്കിൽ വിവാഹ സംബന്ധമായി തർക്കങ്ങളും വഴക്കുകളും അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ നിറഞ്ഞ ഒരു വിവാഹ ജീവിതം ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഗ്രഹനിലയാണിത്. 7-ലെ കുജൻ തന്നെ കലഹങ്ങൾ ഉണ്ടാക്കുന്നതിൽ കൃത്യമായിട്ട് ചേർക്കേണ്ടുന്ന ഗ്രഹനിലയല്ല ചേർക്കുന്നതെങ്കിൽ കലഹങ്ങളും അസ്വസ്ഥതകളും തർക്കങ്ങളും വഴക്കുകളും ഉണ്ടാക്കുന്നതിൽ അതിമിടുക്കനാണ്. അവിടേക്ക് 7-ാം ഭാവാധിപത്യം വഹിക്കുന്ന ഗ്രഹം ശുക്രൻ. അത് ഏതൊരു ഗ്രഹനിലയിലും വിവാഹകാരകൻ കൂടിയാണ്. കർക്കടകത്തിലെ ശുക്രനെ അല്പമൊന്ന് സൂക്ഷിക്കണം. പ്രത്യേകിച്ചും അത് വിവാഹ അധിപനായി 7-ാം ഭാവാധിപത്യം വഹിച്ചുകൊണ്ട് കർക്കടകത്തിൽ നിന്നാൽ വളരെ സൂക്ഷിക്കണം. ഇവിടെ അതുമാത്രമല്ല, അവിടെ ശക്തനായ രാഹുവിൻ്റെ സാന്നിധ്യമുണ്ട് 7-ാം ഭാവാധിപനോടൊത്ത്. അവിടേക്ക് ഗുളികൻ്റെ ശക്തമായ 12-ാം ദൃഷ്ടിയും വരുന്നുണ്ട്. ഇതിനെല്ലാം പരിഹാരം ചെയ്യേണ്ടുന്ന വ്യാഴമാവട്ടെ ഗുളികൻ്റെ പിടുത്തത്തിൽ നിൽക്കുന്നു. അല്പം വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അല്പം കാഠിന്യം, ബുദ്ധിമുട്ടേറിയ ഒരു ഗ്രഹനിലയാണിത് എന്ന് നിസ്സംശയം പറയാം. ചേർക്കേണ്ടുന്ന ജാതകങ്ങളല്ല ചേർക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതങ്ങനെ തന്നെയാണ് ഉണ്ടായതും. അതാണ് പിന്നീട് തർക്കങ്ങളിലേക്കും വഴക്കുകളിലേക്കും കോടതി വ്യവഹാരങ്ങളിലേക്കും ഒടുവിൽ ഡിവോഴ്സിലേക്കുമൊക്കെ നയിച്ചത്. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ചന്ദ്രൻ. മനസ്സിൻ്റെയും മാതാവിൻ്റെയും കാരകനാണ് ചന്ദ്രൻ. നഷ്ടസ്ഥാനമായ 12-ൽ നിൽക്കുന്നു. അവിടേക്ക് സൂര്യൻ, ശനി, ബുധൻ. അതിലെ ബുധനെ ഒഴിവാക്കി നിർത്തിയാൽ സൂര്യൻ്റെയും ശനിയുടെയും ശക്തമായ ദൃഷ്ടി മനസ്സിൻ്റെ കാരകഗ്രഹമായ ചന്ദ്രനിലേക്ക് വരുന്നു. ഒരു സ്വസ്ഥത എന്ന് പറയുന്നത് മനസ്സിന് കിട്ടാത്ത അവസ്ഥ. അവിടേക്ക് തന്നെ രാഹുവിൻ്റെ ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന ശുക്രനോടൊത്ത് നിൽക്കുന്ന 7-ാം ഭാവാധിപത്യം വഹിക്കുന്ന ശുക്രനോടൊത്ത് നിൽക്കുന്ന രാഹുവിൻ്റെ 9-ാം ദൃഷ്ടി നിൽക്കുന്ന രാശിയിൽ നിന്നും രാഹു 6, 7, 9, 12 ഈ 4 ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ചന്ദ്രൻ എന്ന് പറയുന്ന മനസ്സിൻ്റെ സ്വസ്ഥതയുടെ, സമാധാനത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ കാരകനായിട്ടുള്ള ഗ്രഹമാണ്. മാതാവിൻ്റെയും കാരകനാണ് ചന്ദ്രൻ. അവിടേക്ക് സൂര്യനും ശനിയും ഒരുമിച്ച് നിൽക്കുന്നത് തന്നെ വളരെ മോശമാണ്. മാരകത്വമുള്ള ഗ്രഹങ്ങളാണ് രണ്ടും. ബദ്ധശത്രുക്കളുമാണ്. അത് മനസ്സിൻ്റെ കാരകഗ്രഹമായിട്ടുള്ള ചന്ദ്രനിലേക്ക്, പ്രത്യേകിച്ചും 4-ാം ഭാവാധിപൻ, മാതാവിൻ്റെ സ്ഥാനം, അതുപോലെ തന്നെ വീട്, വാഹന മുതലായവയുമായി ബന്ധപ്പെട്ടൊക്കെ സ്ഥാനമാണ് 4. 4-ാം ഭാവാധിപത്യം വഹിക്കുന്ന ചന്ദ്രൻ 12-ൽ വ്യയസ്ഥാനത്ത്, നഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു. അവിടേക്ക് സൂര്യനും ശനിയും ഒരുമിച്ച് നിൽക്കുന്ന സൂര്യനും ശനിയും ദൃഷ്ടി ചെയ്യുന്നു. അതുപോലെ തന്നെ ഗുളികൻ്റെ 12-ാം ദൃഷ്ടിയിൽ നിൽക്കുന്ന 7-ാം ഭാവാധിപത്യം വഹിക്കുന്ന ശുക്രനോടൊത്ത് നിൽക്കുന്ന രാഹുവിൻ്റെ 9-ാം ദൃഷ്ടി. വിവാഹശേഷം മനസമാധാനം എന്ന് പറയുന്ന അവസ്ഥ ഇദ്ദേഹത്തിന് ഒരു കിട്ടാക്കനി തന്നെയായിരിക്കും. അതുപോലെ തന്നെയാണ് സംഭവിച്ചതും. അതുകൊണ്ടാണല്ലോ അത് ഡിവോഴ്സ് ആയതും. ഇത്തരക്കാരുടെ ഒരു ഗ്രഹനില ഇങ്ങനെ വന്നു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകളാണ് ഈ പറയുന്നത്. ഇതിനെല്ലാം പരിഹാരം ചെയ്യേണ്ടുന്ന വ്യാഴമാണ്. കൃത്യമായിട്ട് വ്യാഴം നല്ലൊരു പൊസിഷനിൽ നല്ല യോഗബലത്തോടു കൂടി ബലവാനായി നിന്ന് കഴിഞ്ഞാൽ ഈ ഫലങ്ങളിൽ മാറ്റം വരും. പക്ഷേ ഇവിടെ വ്യാഴം നിൽക്കുന്നത് തന്നെ ഗുളികൻ്റെ അടുത്താണ്.
ഗുളികനോടൊത്താണ്. നവാംശത്തിലും ഗുളികൻ്റെ സ്ഥാനം അവിടെ തന്നെയാണ്. അതുപോലെ തന്നെ നവാംശത്തിലും ഇദ്ദേഹത്തിൻ്റെ സൂര്യനും ശനിയും നിൽക്കുന്നത് ഒന്നിച്ചാണ്. നവാംശത്തിലും ഇദ്ദേഹത്തിൻ്റെ ശുക്രനും രാഹുവും നിൽക്കുന്നത് ഒന്നിച്ചാണ്. വളരെ പ്രത്യേകതകളുള്ള, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് സാധ്യതകളുള്ള ഒരു ഗ്രഹനില തന്നെയാണിത് എന്ന് നിസ്സംശയം പറയാം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ ചന്ദ്രനിലേക്ക് സൂര്യൻ, ശനി, ബുധൻ, രാഹു ഇതെല്ലാം ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ സ്ഥാനം 1, 2, 3, 4, 5. 5-ാം ഭാവാധിപൻ സൂര്യൻ പ്രധാന ശത്രു ശനിയോടൊത്ത് നിൽക്കുന്നു. ബുധനുമുണ്ട് അവിടെ. പക്ഷേ സൂര്യൻ, ശനി ഇദ്ദേഹം വിട്ടുകൊടുക്കില്ല. എന്ന് വെച്ചാൽ തർക്ക സ്വഭാവം കാണിക്കും. വാശി, പിടിവാശി, ദുർവാശി, കടുംപിടുത്തം കാണിക്കും. 5-ൽ തന്നെ ഗുളികനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എടുക്കുന്ന തീരുമാനങ്ങൾ, നിലപാടുകളിലൊക്കെ പിഴവ് സംഭവിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. പിഴവ് സംഭവിച്ച് അബദ്ധം പറ്റിയ ശേഷമായിരിക്കും പിന്നീട് വ്യാഴം അവിടെ നിൽക്കുന്നുണ്ട് എന്നത് തെറ്റായിരുന്നു, അങ്ങനെ ചിന്തിക്കാനോ പറയാനോ പ്രവർത്തിക്കാനോ പാടില്ലായിരുന്നു എന്ന ചിന്ത തന്നെ ഈ വ്യക്തിക്ക് തന്നെ വരിക. അപ്പോഴേക്കും പറ്റേണ്ടുന്ന അബദ്ധം പറ്റിയിട്ടുണ്ടാകും, അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള റിസൾട്ട് ഏറ്റുവാങ്ങിയിട്ടും ഉണ്ടാകും. പൊതുവേ ഒരല്പം മുൻകോപം ഇത്തരക്കാർക്ക് കൂടുതലായിരിക്കും. ആരെയും വകവയ്ക്കാത്ത ശീലം, പ്രത്യേകിച്ച് കുജലഗ്നമാണ്. ഇതെല്ലാം പ്രത്യേകിച്ചും വിവാഹ സംബന്ധമായി ഇത്രയും പ്രശ്നങ്ങളുള്ളൊരു ജാതകം വ്യക്തി എന്ന രീതിയിലും മനസ്സുകൊണ്ടുള്ള ചിന്തകളുമായി ബന്ധപ്പെട്ടിട്ടുമൊക്കെ വിട്ടുകൊടുക്കില്ല, അല്ലെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യില്ല എന്നുള്ള ഭാവമൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ വിവാഹ സംബന്ധമായിട്ട് തർക്കങ്ങളും വഴക്കുകളും ഒഴിഞ്ഞ സമയം ഉണ്ടാകില്ല, അല്ലെങ്കിൽ സ്വസ്ഥത എന്ന് പറയുന്നത് ഉണ്ടാകില്ല. കാരണം ചന്ദ്രൻ അത്രയും നെഗറ്റീവായിട്ടാണ് 12-ലാണ് നിൽക്കുന്നത്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ഗ്രഹനിലയുടെ അവസ്ഥ തന്നെയാണ്. അതുപോലെ തന്നെ നവാംശത്തിൽ നേരത്തെ പറഞ്ഞല്ലോ, ഗുളികൻ ഗ്രഹനിലയിൽ നിൽക്കുന്ന അതേ അവസ്ഥയിൽ തന്നെ ഗുളികൻ നിൽക്കുന്നു. സൂര്യനും ശനിയും നിൽക്കുന്നത് പോലെ തന്നെ സൂര്യനും ശനിയും ഒരുമിച്ച് നവാംശത്തിൽ നിൽക്കുന്നു. ശുക്രനും രാഹുവും നിൽക്കുന്നത് പോലെ തന്നെ ശുക്രനും രാഹുവും നവാംശത്തിൽ നിൽക്കുന്നു. ഇതൊന്നും നല്ലതല്ല. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ ഉത്രട്ടാതി ആണ് നക്ഷത്രം. ശനിദശയിൽ ജനിച്ചു. ജന്മശിഷ്ടമായിട്ട് 1990 വരെ ശനിദശ കിട്ടി. അതിനുശേഷം ബുധദശ 2007 വരെ, ശേഷം കേതു 2014 വരെ, ശേഷം ശുക്രൻ 2034 വരെ. ഇപ്പോഴത്തെ നടപ്പ് ദശയും ശുക്രനാണ്. ശേഷം 6 കൊല്ലം സൂര്യൻ 2040 വരെ, ശേഷം 10 കൊല്ലം ചന്ദ്രൻ, ശേഷം ചൊവ്വ, രാഹു എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. ഇപ്പോഴത്തെ നടപ്പ് ദശ എന്ന് പറയുന്നത് ശുക്രദശയിൽ ഗുരുവിൻ്റെ അപഹാരം 14/11/2024 തൊട്ട് 16/7/2027 വരെ. ശുക്രൻ ഗുളികൻ്റെ ദൃഷ്ടിയിൽ രാഹുവിനോടൊത്ത് കർക്കിടകത്തിൽ നിൽക്കുന്നു. ഗുരു, അതായത് വ്യാഴം, ഗുളികനോടൊത്ത് നിൽക്കുന്നു. എന്ന് വച്ചാൽ അത്ര നല്ല സമയമൊന്നുമല്ല, അത്ര നല്ല ദശയുമല്ല, അത്ര നല്ല അപഹാരവുമല്ല കടന്നു പോകുന്നത് എന്ന് തിരിച്ചറിയുക. എല്ലാ കാര്യങ്ങളിലും, പ്രത്യേകിച്ച് മറ്റൊരു വിവാഹത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുവെങ്കിൽ പോലും കൃത്യമായി ആലോചിച്ചും കണ്ടും ചേർക്കാവുന്ന ഗ്രഹനിലയും ചേർന്നു പോകുന്ന വ്യക്തിയുമാണ് എന്നൊക്കെ ഉറപ്പാക്കിയ ശേഷം വേണം മറ്റൊരു വിവാഹത്തിലേക്ക് പോലും ഇത്തരം വ്യക്തികൾ കടന്നു പോകാനായിട്ട്. അതല്ലാത്ത പക്ഷം അവിടെയും ഇതേപോലെയുള്ള, അല്ലെങ്കിൽ ഇതിനേക്കാളോ ഇതിനോടൊത്തോ നിൽക്കുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. കൃത്യമായി തന്നെ പരിഹാരങ്ങളൊക്കെ ചെയ്തു പോയ ശേഷം വിവാഹം പോലെയുള്ള, രണ്ടാം വിവാഹം പോലെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ വലിയ തെറ്റുകുറ്റങ്ങളില്ലാത്ത ഗ്രഹനില ചേർന്ന് വരികയും മുന്നോട്ട് പോവുകയും ചെയ്യും. അതല്ലാത്ത പക്ഷം കണ്ണടച്ച് പോയി ചാടിയാൽ വീണ്ടും ആദ്യം ചാടിയതിനേക്കാൾ വലിയ അബദ്ധമാകാനുള്ള സാധ്യതയും വളരെ വളരെ കൂടുതലാണ്. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.